മുന്നോട്ട് കയറിക്കും. അപ്പൊ ഈ മിറർ നോക്കുക, ഈ ബാക്ക് കിട്ടി കണ്ട, കുറച്ചുകൂടെ കയറ്റിയാൽ ബാക്ക് കിട്ടും. കിട്ടിയില്ലേ? നിർത്തിക്കും. ഇനി റിവേഴ്സ് ഇട്ടു. ഇനി കയറിക്കോ ആ ഗ്യാപ്പിലേക്ക്. ഇവിടെ സ്ക്രീൻ മാത്രം നോക്കിയാലും മതി. കണ്ട, തിരിച്ച് മാറ്റിക്കും. തിരിച്ച് കയറിക്കും. അവരൊന്നും നോക്കണ്ട വേണം, അവിടെ നിർത്തി കൊടുക്കും. അയാൾ പൊക്കോളും. അയാൾ പോയിട്ട് ഇനി പോയാൽ മതി. ഓക്കെ അല്ലേ? അതും പോയിക്കോളും. ആ ഏസ് പോവാങ്കിൽ പിന്നെ ഈ കാറ് പോവില്ലേ? കണ്ടാ ഇത്തിരി ബാക്ക് എടുത്തു. ആ തിരി കുറച്ചുകൂടെ കൂടുതൽ തിരിച്ചിരുന്നെങ്കിൽ കുറെ കൂടെ സൈഡ് ഒതുങ്ങി തന്നെയാണ് നമ്മുടെ വണ്ടി. ഇനി അത് ഇറക്കിക്കും. ഓഫീസിൽ പോണ ഇങ്ങോട്ട് പോണോ? തിരിച്ച് ഓഫീസിൽ പോയി അവിടുത്തെ ഓഫീസിലേക്ക് വിട്ടു. അവിടെ ഇപ്പൊ സെക്യൂരിറ്റി ചേട്ടന്മാരൊക്കെ ഉള്ളത് അവര് പറഞ്ഞു തരും. നമ്മൾ എവിടെ ചെന്നാലും നമ്മളെ സഹായിക്കാൻ ഒരു ദൈവദൂതനെ പോലെ. ഇങ്ങനെ നിൽക്കാൻ വേണ്ട, കിട്ടുന്ന ഗ്യാപ്പിൽ ഇത്തിരി മുന്നിലേക്ക് കയറി നിന്നു. ഈ ലെഫ്റ്റ് തിരിയുമ്പോ ഈ കാറിനെ ടാർഗറ്റ് ചെയ്ത് തിരിഞ്ഞാൽ മതി. കണ്ട, അതിനെ തട്ടാത്ത രീതിയിൽ വണ്ടിയെ പാരലാക്കിക്കൊണ്ടും ഇരിക്കണം. ഈ ഒരു കല്ലാണേലും കമ്പാണേലും മേഡത്തിന് എന്താണോ അവിടെ റിസ്ക് ആയിട്ട് തോന്നുന്നത് അതിനെ ടാർഗറ്റ് ചെയ്ത് തിരിഞ്ഞു വന്നാൽ മതി. മേഡത്തിന് അപ്പൊ എന്താണോ ആ സിറ്റുവേഷനിൽ ചിലപ്പോ ക്വിക്കായിട്ട് കയറേണ്ടി വരും അവിടെ. അതെ, അതിനൊന്നും ഒരു മേഡം നല്ലപോലെ തന്നെ അത് ഹാൻഡിൽ ചെയ്യുന്നത്. ഈ വലിവ് തോന്നുന്നത് മേഡത്തിന്റെ ഞാൻ പറഞ്ഞില്ല പുതിയ വണ്ടിയാണ്, അതിന്റെ ഫീലിംഗ് ആണ്. അതൊന്നും ഫ്രീ ആയി ഇനി വരണം. ആക്സിലേറ്റർ ഒക്കെ ഒന്ന് ഫ്രീ ആയി വരുമ്പോഴത്തേക്ക് ഇത്രയും തോന്നില്ല മേഡത്തിന്. കൃത്യമായിട്ട് പറയാൻ കാര്യം ഇന്നലെ ഇഗ്നീസ് ആയിരുന്നു, പുതിയ വണ്ടിയായിരുന്നു ഇതുപോലെ. അപ്പൊ എനിക്കിത് ഫീൽ ചെയ്തു അവര് വലിച്ചു ഔട്ടുന്നതായിട്ട്. ഞാൻ ഓടിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അല്ല ഇത് ആക്സിലേറ്ററിന്റെ ആണെന്ന് മനസ്സിലായത്. അല്ലല്ല, മേഡം നല്ല നീറ്റായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ വണ്ടി ഇങ്ങനെ പോകും. ഇങ്ങനെയൊന്നും അല്ലല്ലോ പോണത്. ഇങ്ങനെ ചാടുന്നുണ്ടെങ്കിൽ മാത്രമേ മേഡം ചവിട്ടിയത് തെറ്റാണെന്നോ. ലെഫ്റ്റ് ആണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചേർത്ത് കൊണ്ടുവന്നോണം. അതിനെ എയിം ചെയ്ത് തിരിച്ചുകൊണ്ട് വന്നോണം. കണ്ട, തിരിച്ചോ. അത്രേ ഉള്ളു കാര്യം. മാക്സിമം ലെഫ്റ്റ് എപ്പോ വരുന്നോ അതിനനുസരിച്ച് നിവർത്തിക്കൊണ്ട് വന്നോണം. വേണം, വണ്ടി ലെഫ്റ്റ് സൈഡിലെത്തണം. ലെഫ്റ്റ് തിരിക്കുമ്പോ ആ പൊക്കത്തിനെ ഒന്നും മേഡം എത്തി നോക്കുവൊന്നും വേണ്ട. പൊക്കം എത്തുന്ന അനുസരിച്ച് മേഡത്തിന് കാണാം. അത് മറയുന്നതിന് മുമ്പായിട്ട് തിരിഞ്ഞു തുടങ്ങിയാൽ മതി. നമുക്ക് സ്ട്രെയിറ്റ് ആണോ റൈറ്റ് ആണോ? സ്ട്രെയിറ്റ്. ഇതുവഴി കുറെ പ്രൈവറ്റ് ബസ്സൊക്കെ ഞാൻ രാവിലെ വരുമ്പോഴേക്കും ഇപ്പോഴും വരുമായിരിക്കും. അല്ല, നഗരം മുഴുവൻ കാണാപ്പാടം പഠിച്ചും വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ നമ്മുടെ സ്ഥിരം റൂട്ടാണല്ലോ, അതുകൊണ്ട് ഈ റോഡാ ഞങ്ങളൊന്ന് ബ്ലോക്ക് ആക്കിയത്. അവിടെ ഉണ്ടല്ലോ മേഡം, വലത്തോട്ടാ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തത്. ഇടത്ത് കുറച്ചുകൂടെ സ്ഥലം ഉണ്ടായിരുന്നു, അങ്ങനെ തിരിഞ്ഞു വന്നാൽ മതി. ഓട്ടോയെ തട്ടാതെ നേവറില്ല, മുന്നിൽ നോക്കി കുറച്ചുകൂടെ ടൈം എടുത്ത് തിരിഞ്ഞു വന്നാൽ മതി. അല്ല, ഇവിടെ ആ സമയത്ത് വന്നോട്ടെ. ഞാൻ ഭയങ്കര ഒതുക്കി അവിടെ നിർത്തും. എന്നിട്ട് അത് പോയിട്ട് കുറച്ച് നാൾ അങ്ങനെ ശീലിച്ചോ. മേഡത്തിന് എന്ത് സേഫ് എന്ന് തോന്നുന്നു അങ്ങനെ ശീലിച്ചോ. ധൈര്യമായിട്ട് പോട്ടെ, ധൈര്യമായിട്ട് മുന്നിലേക്ക്. ഇവിടെ കയറ്റിയിട്ട് അവന് പോകാൻ പറ്റില്ല. അത് ഈ തടസ്സത്തിനെ മാത്രം നോക്ക്. ഇതേ തട്ടാത്ത രീതിയിൽ മുന്നിലേക്ക് കൊണ്ടിയല്ലേ. ഞാൻ മുന്നിലേക്ക് കയറ്റി പോയി. ഇവിടെ നോക്കിക്കോണം, ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ തട്ടാത്ത അകലം അങ്ങോട്ടും എടുത്തോ വേണമെന്ന് കഴിഞ്ഞ. ഇവിടെ എയിം ചെയ്തോണ്ടിരുന്നാ മതി. ഇവിടെ തട്ടാത്ത അകലം അങ്ങനെ എടുത്തെടുത്ത് പോയിക്കോണം. അയാളുടെ ബസ് കയറുന്ന ഗ്യാപ്പ് കണ്ടിട്ട് അയാൾ കയറി വെച്ചത് മുന്നിലേക്ക്, അല്ല അയാൾ നിർത്തും അതിന് മുന്നേ.
ശീലിക്കുമ്പോൾ മാഡത്തിന് ആ പിയറിനകത്ത് കയറാൻ കുറച്ചുകൂടി എളുപ്പമാവും നമ്മുടെ പാർക്കിങ്ങിൽ. ഈ അടുത്ത വശം നോക്കി കറക്റ്റ് ചെയ്ത് കയറുമ്പോഴേ കുറെ കൂടി ഈസി ആയിക്കൊണ്ടിരിക്കും. വലത്തോട്ട് തന്നെ നോക്കിയിരിക്കുന്നതുകൊണ്ടാണ്. ഇവിടെ വലത്ത് നോക്കി വട്ടം കറക്കരുത്. ഇങ്ങനെ ചെയ്തിട്ട് അയാൾ പൊക്കോളാൻ പറഞ്ഞു. കണ്ട വട്ടം കറക്കണ്ട, വട്ടം കറങ്ങണ്ട. അതേ കണ്ട മുന്നിൽ ഇനി സ്ഥലമുണ്ട് ഇടത് വശത്ത്. ഇടത്തേക്ക് എത്തിച്ചാൽ മതി വണ്ടിയെ. അങ്ങനെ നോക്ക്, ഇടത് വശത്ത് സ്ഥലമില്ലേ? ഇവിടെയാണ് ഞാൻ ഇപ്പൊ ഇടുന്നത്. എടുത്തിട്ട് വേണം നോക്കട്ടെ. ഇവിടെ എല്ലാ പിന്നെ ഉള്ളത് അല്ലാതെ അപ്പൊ വേറെ എവിടെയെങ്കിലും ഇവിടെ മേഡം ഇടുന്നതല്ലേ ഇപ്പോഴും? ഞാൻ ഇവിടെ അല്ലാതെ ഒന്ന് ഇട്ട് നോക്കും. എവിടെ ഇടുന്നത്? സ്ട്രൈറ്റ് തന്നെ ഇടും. ഞാൻ ഇട്ടോടും കൊണ്ടുവന്ന് വെച്ചേച്ച് ഫുൾ ടൈം എടുത്തിട്ട് റിവേഴ്സ് കയറി വന്നു. ഓക്കെ, ഇനി ഇവിടെ ഒരു സ്പേസ് ഇല്ലെങ്കിൽ മാഡം നേരത്തെ പറഞ്ഞല്ലേ ഇവിടെ വണ്ടികളാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എന്നോട് ചോദിച്ചില്ലേ? നേരെ വണ്ടി കിടക്കുമ്പോൾ എനിക്ക് റിവേഴ്സ് കയറണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചില്ലേ? അതിനുള്ള പരിപാടി പറഞ്ഞുതരാം. മുന്നിലേക്ക് റൈറ്റ് തിരിഞ്ഞിറങ്ങി, അങ്ങനെ റൈറ്റ് തിരിഞ്ഞിറങ്ങി. ചേച്ചിക്കാർ വന്ന് പിടിച്ചിവിടെ ഇടത്തില്ല അല്ലേ? അവര് വരുമ്പോ പറയണം, അല്ലാതെ അയ്യോ എന്ന് പറഞ്ഞാൽ ഇടി തുടങ്ങിയിട്ട് അവര് ഫുള്ള് തിരിക്കും. മേഡം ഞാൻ പറയുന്നത് നിർത്ത്. റിവേഴ്സ് ഇട്ട് മേഡം പുറകോട്ട് പോകുന്നതോറും ഈ വണ്ടി സ്ട്രൈറ്റ് ആക്കി ഒന്ന് പുറകോട്ട് കൊണ്ടുപോയിക്കേ. സ്ട്രൈറ്റ് ആക്കി കൊണ്ടുപോകും, എളുപ്പം സ്ട്രൈറ്റ് ആക്കി കൊണ്ടുപോകും. ആ അതെ, വണ്ടി നേരെ ഇനി പുറകോട്ട് പോവുള്ളൂ. പോട്ടെ പെട്ടെന്ന് പോട്ടെ. ആ കറ തട്ടാത്ത ഒരു അകലം എടുത്ത് പോയിക്കും. പോട്ടെ. അവിടെ നിൽക്കട്ടെ, ന്യൂട്രലാക്ക്. ഇവിടെ സ്പേസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നാ ചോദിച്ചത്. ഇവിടെ സ്പേസ് ഉള്ളതുകൊണ്ടാണ് നേരെ ചെന്നേച്ച് ആ സ്ലോട്ടിന്റെ എൻഡിൽ ചെന്നിട്ട് ഒരു കറക്ക് ഇറങ്ങി അങ്ങോട്ട് പോയിട്ട് റിവേഴ്സ് വന്ന് കയറിയത്. ഇവിടെ സ്പേസ് ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കയറേണ്ടത് അവിടെയാണ്, ആ സൈഡിലേക്ക് ചേർത്ത് മുന്നിലേക്ക് കൊണ്ടുവല്ലേ. വണ്ടി ഓടി വരാനുള്ള വഴി എന്തായാലും അവിടെ ഉണ്ടാവുമല്ലോ. ബ്രേക്ക് ചവിട്ടിയിട്ട് ന്യൂട്രലാക്കിയിട്ട് ഡ്രൈവ് എടുക്കും. അങ്ങോട്ട് പോവണ്ട, ഇനി നേരെ ഓടിയാൽ മതി. ആ ഇന്നോവയെ തട്ടാത്ത രീതിയിൽ അതിനോട് പാരലാക്കി നേരെ കൊണ്ടുചെല്ലും. ഇനി നേരെ ഓക്കെ. ഇത്തിരിയുടെ മുന്നിൽ കയറ്റി വെച്ചോ, അവിടെ നിൽക്കട്ടെ. ആ വണ്ടി കടന്നാ നമ്മളിപ്പോ നിക്കുന്നത്, ശരിയല്ലേ? ആ വണ്ടിയെ തട്ടാതെ നമുക്ക് അകത്ത് കയറേണ്ടത്. ഇനി റിവേഴ്സ് ഇടും. മാഡത്തിന് മിററിൽ കൂടെ ആ വണ്ടി കാണാൻ പറ്റുന്നുണ്ടോ? ഇന്നോവ മിററിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി വണ്ടി പുറകിലേക്ക് പോകുമ്പോ നമ്മുടെ ബോഡി ആ ഇന്നോവയുടെ നേർക്ക് ചരിയണം. ഓക്കെയാണ്, അങ്ങനെ ചെല്ലാവുള്ളൂ. ചരിയാൻ താമസിച്ചാൽ അപ്പുറത്തെ സ്ഥലം നമുക്ക് കിട്ടില്ല. അപ്പൊ ഇവിടുന്ന് ഒരു ചരിവിട്ട് കൊടുക്കും വണ്ടിക്ക്. എങ്ങോട്ടാണോ കയറേണ്ട അങ്ങോട്ടൊരു ടേൺ കൊടുക്കും. റിവേഴ്സിൽ തന്നെയായിരുന്നു ടേൺ കൊടുക്കും വണ്ടിക്ക്. ഇറക്കമായതുകൊണ്ടാ മുന്നോട്ട് പോണേ. ടേൺ കൊടുക്കും. ടേണും ചെയ്തില്ല, പോരുത്. ഞാൻ പറഞ്ഞില്ല, ടേൺ കൊടുക്കും വണ്ടിക്ക്. വണ്ടി അങ്ങോട്ടേ ടേൺ ആവുകയുള്ളൂ. കാരണം നമ്മൾ ഇത്ര അടുത്താ വന്നിരിക്കുന്നത്. ആ വേണം. ഓക്കെ, ബാക്കിലേക്ക് വാ. മിററിൽ നോക്കിക്കോ. ഇന്നോവയായിട്ട് അകന്നാണ് പോകുന്നതെങ്കിൽ ഒന്നുകൂടെ ഓപ്പോസിറ്റ് തിരിച്ച് മുന്നെടുക്കണം. അകന്നല്ലേ പോകുന്നേ അല്ലേ? അപ്പൊ ഒന്നുകൂടെ ഓപ്പോസിറ്റ് തിരിച്ചൊന്ന് മുന്നോട്ട് എടുത്തേ. ഫുള്ള് ഓപ്പോസിറ്റ് തിരിച്ചിട്ട് ഒന്ന് ഫ്രണ്ട് എടുത്തേ. ബ്രേക്ക് ചെയ്തിട്ട് മിററിൽ നോക്കിക്കോ. ഇന്നോവയുടെ കുറച്ച് അടുത്ത് വരും ബാക്ക്. മുന്നോട്ടെടുത്തോ. കണ്ട ബാക്ക് വന്നാ നോക്കിയാ. നിർത്ത്. കിട്ടിയാ? നിക്കട്ടെ. കണ്ടല്ലോ, ന്യൂട്രലാ. മാഡത്തിന്റെ ഗ്ലാസ് എന്താ പറഞ്ഞേ? ഓക്കെ ചെയ്തു.
ആ ഇടിക്കോ? നേരെയാക്കി പുറത്തോട്ട് ഇറങ്ങിക്കും, പുറയിലേക്ക് ഇറങ്ങിക്കും. ഇനി ഇനി നേരെ പുറകോട്ട് ഇറങ്ങിക്കും. രണ്ട് സൈഡ് ഒന്നുകൂടെ ചെക്ക് ചെയ്തു, തൂണായിട്ട് ഇടിക്കുവോ, ഇവിടെ ഇടിക്കുവോ, അവിടെ ഇടിക്കുവോ നോക്കി നോക്കി അടിക്കണം. മുട്ടത്തില്ല. മേഡം മെറി കൂടെ നോക്കിക്കോ, തട്ടുവോ ഇല്ല ഉറപ്പല്ലേ? അപ്പൊ ചവിട്ടി ചവിട്ടി നിർത്തി കണ്ട ഓക്കെ അല്ലേ? ആ സൗണ്ട് കേട്ടാലും മേഡം ഒന്നുകൂടെ നോക്കി കൺഫേം ചെയ്താൽ മതി. ഇത് ഇങ്ങനെ നിയർ ആയിട്ട് എന്തെങ്കിലും വന്ന സൗണ്ട് കേൾക്കും. തൂണിങ്ങനെ അതിന്റെ തൊട്ടടുത്ത് വന്നോണ്ടാണ് അല്ലേ? ആ ഓക്കെ ഓക്കെ. ഇല്ല ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ. സെൻസർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെ സെൻസറിന്റെ വേവ് ഇങ്ങനെയാ പോകുന്നത്. ഇതിനിടയ്ക്ക് എന്ത് സാധനം ഉണ്ടെങ്കിലും അത് അലാറം അടിക്കും. അപ്പൊ മെറിൽ കൂടെ നോക്കി കൺഫേം ചെയ്തോണം, അല്ലെ സ്ക്രീനിൽ കൂടെ നോക്കി കൺഫേം ചെയ്തോണം. അതും അല്ലെങ്കിൽ ഇറങ്ങി ചെന്ന് നോക്കി കൺഫേം ചെയ്തോണം. ന്യൂട്രല്ല ഇവിടുന്ന് പുറത്തിറക്കണ്ടേ? ഇനി ഇവിടുന്ന് പുറത്തിറക്കാം. മേഡം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുന്നീ സ്ഥലമില്ല. ഓക്കെ, ഒരുപാട് സ്ഥലമൊന്നുമില്ല. ഇവിടെ ഒരു കാർ കിടപ്പുണ്ട്, ഇങ്ങനെ അവിടെ ഒരു കാർ കിടപ്പുണ്ട്. അവിടുന്ന് പുറത്തിറങ്ങണ്ടേ? ഡ്രൈവ് ഇടും. എപ്പോഴും നമ്മുടെ മിറർ അതിന് പുറത്ത് വന്ന വരെ തിരിക്കാൻ പറ്റില്ല, തിരിച്ചടിക്കും. നമുക്കിപ്പോ അങ്ങോട്ടാ പോകണ്ട, അപ്പൊ ആ ബോണറ്റിന്റെ വെളിയിൽ വരെ വരണം. കയറ്റമായതുകൊണ്ടാ അങ്ങനെ. വന്നാ പുറത്ത് വന്നാ. ഇനി ടേൺ ചെയ്ത് തുടങ്ങിക്കോ. ഇറങ്ങുമ്പോ വട്ടം കറക്കി തീർക്കരുത്, പയ്യെ ഇറങ്ങട്ടെ. ഇപ്പോഴും തിരിച്ചുകൊണ്ടിരിക്കരുത്. ഒരു തിരിവ് കൊടുത്തില്ലേ കണ്ട? ഇനി ആ ബോണറ്റ് മേഡത്തിന്റെ ബാക്കിൽ വരും കണ്ട? ഓക്കെ, ഇപ്പൊ നോക്ക്, ഇവിടെ നോക്ക്. ഞാൻ മേഡത്തിന്റെ പാരലായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ നേരത്തിന്റെ ബാക്കിൽ വന്നു, അതായത് ഈ ഡോറ് ക്രോസ് ചെയ്തു. ഇനി ധൈര്യമായിട്ട് ഡോറ് ക്രോസ് ചെയ്താൽ ധൈര്യമായിട്ട് തിരിക്കാൻ, അതായിട്ട് ഇടിക്കില്ല. വണ്ടി ഇറങ്ങട്ടെ. ബ്രേക്ക്. ഇനി അങ്ങോട്ട് പോകണം, പറ. ഇത് ചെയ്യാൻ പറ്റില്ലേ? എനിക്ക് കുഴപ്പമില്ല. ഇവിടെ പിന്നെ നമുക്ക് ഇറങ്ങി നമ്മുടെ സ്ഥലമായതുകൊണ്ട് ആൾക്കാർ ഇഷ്ടംപോലെ ഇവിടെ പ്രശ്നമില്ല. ഇനി നമുക്ക് ലുലു മാളിൽ ഒന്ന് പോകണം. അവിടുത്തെ വിടുവണ്ടി ലുലു മാളിലേക്ക്. പോട്ടെ, റൈറ്റ്. ഇത് കൊടുത്തോണം മുന്നിലേക്ക് പോകുന്നത്. ഇതേ ലെഫ്റ്റ് തന്നെ. ഇവിടെ മുന്നിൽ അത് ഗേറ്റ് ആയിരുന്നു, ഇടി കിട്ടിയാലേ. ഇവിടെ സ്ലോ ചെയ്യും, ഇവിടെ സ്ലോ ചെയ്യും. ഈ ഗ്യാപ്പിൽ കൊണ്ടുവന്ന് വണ്ടി ഒന്ന് കയറ്റി നോക്കും. ഇവിടെ ഈ ഓട്ടോടെ അതിന്റെ ഇടയ്ക്ക് കയറത്തില്ല, എന്നാലും കയറുന്നത്ര കയറ്റിയിട്ട് കൊടുക്കും. റിവേഴ്സ് എടുത്ത് കയറ്റിയാൽ മതി, മുന്നോട്ട് കയറ്റണ്ട. അത് മേഡം ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. റിവേഴ്സ് എടുത്തിട്ട് തന്നാൽ മതി എനിക്ക്. ഇതുപോലെ പാരലാക്കി മാക്സിമം മുന്നിൽ പോണം. ഓക്കെ, മുന്നിലോട്ട് കയറ്റി വെക്കും. ഇത്ര കയറ്റി വെച്ചു. മേഡത്തിന് ഈ മിററിൽ ആ വണ്ടിയുടെ ബാക്ക് കാണാൻ പറ്റണം. കാണാൻ ഉറപ്പാണ്. ഈ വണ്ടിയുടെ ബാക്ക്, വെള്ള വണ്ടിയുടെ കാണാമല്ലോ. ഇത് റിവേഴ്സ് എടുക്കും. അതേ തട്ടാതെ പുറകോട്ട് ചെല്ലും തോറും ഇതിന്റെ അടുത്തോട്ട് ചേർന്ന് കയറണം വണ്ടി. ഞാൻ ഇതിന് മുമ്പ് ഒരു സ്കൂളിൽ പഠിക്കാൻ പോയിരുന്നു. അപ്പൊ അവിടുത്തെ സാർ ഇങ്ങനെ പറഞ്ഞു, അത് രണ്ടിനും ഫ്രണ്ടായിട്ട് പാരലാക്കി നിർത്തണം. എന്നിട്ട് നമ്മള് എടുത്ത് കയറാനായിട്ട് അങ്ങനെ പാരലാക്കി നിർത്തിയിട്ട് ഒരു അകത്തോട്ട് കയറാം. അതൊരു ലോറി ആണെങ്കിൽ ഫുൾ ടേൺ എടുക്കുമ്പോൾ ലോറിയുടെ പെട്ടിക്ക് നമ്മുടെ സെയിം ലെങ്ത് ഉള്ള വണ്ടിയാണെങ്കിലല്ലേ ആ പരിപാടിയാണ്. ഇപ്പൊ ഇത് ഡിക്കിയുള്ള വണ്ടിയാണ്. ഇതിനെ പാരലാക്കിയിട്ട് മേഡം തിരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡിക്കിക്ക് വന്ന് ഇടിക്കും. ഓക്കെ അല്ലേ? അതിന്റെ ബാക്ക് നോക്കിയേ കയറാൻ പറ്റുള്ളൂ. കാണാം. ബാക്കിൽ തട്ടാത്ത രീതിയിൽ ബാക്കിന് പുറകിലേക്ക് ചെല്ലണം നമ്മുടെ ബാക്ക്. ഓക്കെ ആണ്. ഞാൻ ഇറങ്ങിയെന്ന് കാണിക്കണം ഇനി. അത് ഈ സാധനം വണ്ടി ഉള്ളതുകൊണ്ടാണ്.
ഇവിടെ കൂടെ പോകാന്ന് തോന്നുന്ന അത്രയും മാത്രം സ്ട്രെയിറ്റ് ആക്കി ബാക്കിൽ പോകണം. ഇത്രയല്ലേ പറ്റുള്ളൂ? അതോ ഇനിയും പോകാൻ പറ്റുമോ? അല്ല, ഇത്ര പറ്റുള്ളൂ. അതുകൊണ്ട് ഇച്ചിരി കൂടെ എടുത്തു നോക്ക്, സ്ക്രീനിൽ കൂടെ നോക്കൂ. ഇല്ല ഇല്ല, അവിടെ കിടക്കട്ടെ. ഓക്കെ ആണ്? ഇത്രയും കയറിയില്ലേ? ഇതിനെ നമ്മുടെ മിറർ കടന്നു നിന്നില്ലേ? ഇനി പുറകോട്ട് പോകുന്തോറും അപ്പുറത്തോട്ട് ഓപ്പോസിറ്റ് തിരിക്കണം. അപ്പൊ വണ്ടി സ്ട്രെയിറ്റ് ആവും. അപ്പൊ പതിയെ പതിയെ വണ്ടി ഉരുളാവുള്ളൂ. എളുപ്പം തിരിഞ്ഞോണം. ഉരുളും 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 അങ്ങനെ ഉരുള് തിരിക്കും. വണ്ടി തീരെ സ്ലോയിൽ ഉരുളട്ടെ. നിർത്തി വാ. സ്ട്രെയിറ്റ് ബാക്ക് ഇടിക്കുവോ ഇല്ലെന്ന് സ്ക്രീനിൽ നോക്കി അറിയാം. നിക്കട്ടെ. വണ്ടി നേരെ ആയാ നമ്മുടെ ഫുൾ അങ്ങോട്ട് തന്നെ തിരിയും. അതുപോലെ തന്നെ തിരിച്ചു പോയി. ഒരു ഇത്തിരി പുറകോട്ട് എടുത്താൽ നേരെ ആവില്ലേ? ആ മതി. നിക്കട്ടെ. കണ്ട വീല് നേരെയാക്കും. ന്യൂട്രലാക്കും. പിടി കിട്ടിയാ പാർക്കായില്ലേ വണ്ടി? എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ തടസ്സം എവിടെ കിടക്കുന്നു അതിനെ നമുക്ക് കാണാൻ പറ്റണം മിററിൽ. അതിനെ തട്ടാത്ത രീതി ചരിഞ്ഞ് അതിന്റെ പുറകിലേക്ക് എത്തണം. അതിനെ തട്ടാ അതിന്റെ പുറകിൽ കയറി കഴിഞ്ഞാൽ വീല് നേരെ ആക്കിയിട്ട് പുറകിലേക്ക് പോകാവുന്ന അത്രയും പുറകിലേക്ക് വരണം. പോകാവുന്ന സ്ഥലത്തിന് മുമ്പേ നിർത്തുക. ഡെഡ് എൻഡ് ഇതാണെങ്കിൽ അതിന് മുന്നേ നിർത്തുക. അവിടെ നിർത്തിയിട്ട് ഫുൾ ഓപ്പോസിറ്റ് തിരിച്ചാൽ വണ്ടി ചരിഞ്ഞ് ലെവലായിട്ട് വരും. ഇതിനകത്ത് എപ്പോൾ ലെവലാവുന്നോ അവിടെ നിർത്തി വീല് നേരെ ആക്കിയേക്കണം. ഇവിടുന്ന് പുറത്തിറങ്ങണമെങ്കിലാ ഇവിടുന്ന് ഒരു ഫുൾ ടേൺ എടുത്താലേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ഇറങ്ങി നോക്കൂ. വണ്ടി കേറി വന്നതാ. അപ്പൊ ഉറപ്പായിട്ടും പുറത്തിറങ്ങാൻ പറ്റും. ഇനി സംശയം ഉണ്ട് അതിന്റെ ഫ്രണ്ട് നോക്ക്. മറിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, മറിഞ്ഞിട്ടില്ല. അതിനർത്ഥം അവിടെ സ്ഥലമുണ്ട്. എനിക്ക് തരാ എന്നെ പോലത്തെ 3 പേർക്ക് അവിടെ നിൽക്കാം. മൂന്നല്ല, എന്നെ പോലത്തെ 50 പേർക്ക് വെക്കാം. എന്നെ പോലത്തെ ആണെങ്കിൽ പുറത്തിറങ്ങാം. ഇറക്ക്. അടുത്ത സ്ഥലത്ത് പോയി നോക്കാം. നമുക്ക് കാണാപ്പാടമൊന്നും പഠിക്കണ്ട. വണ്ടി മുന്നോട്ട് വിടരുത്. അതിന് മുന്നേ തിരിച്ചു വെച്ചോണം മുഴുവൻ. കണ്ട? ഇനി പയ്യെ ഇറങ്ങട്ടെ. അങ്ങനെ ചവിട്ടി ഇറങ്ങും. അത് തന്നെ. കണ്ട? നിക്കട്ടെ. അത് മറയാത്തത്രയും കാലം അതായിട്ട് ഇടിക്കാൻ പോണില്ല വണ്ടി. ഓക്കെ. ഇനി സംശയം തോന്നിയാ ഓപ്പോസിറ്റ് തിരിച്ച് ഒന്നുകൂടെ പുറകോട്ട് ഇറക്കിയിട്ട് മുന്നോട്ട് എടുക്കണം. മാഡം വിശ്വസിക്കണ്ട, ആരെയും സ്വയമായി വിശ്വസിക്കണ്ട. അത്രേ ഉള്ളൂ. ബാക്ക് നോക്കിയിട്ട് ഇനി ഇറങ്ങാവുള്ളേ. ഓക്കെ ആണെങ്കിൽ മാത്രം നേരെയാക്കി പോകാവുള്ളൂ. യഥാർത്ഥത്തിൽ അവരെ ആരെയും നോക്കിയിരിക്കേണ്ട സമയമില്ല. കാരണം മുക്കാലും വണ്ടി ഇറങ്ങി നമ്മുടെ. ഇനി സ്ട്രെയിറ്റ് ചെയ്ത് അങ്ങ് പോയാ മതി നമ്മള്. മറ്റേ ഐഡിയ നടക്കും. പക്ഷെ നമ്മുടെ പോലത്തെ വണ്ടി ആയിരിക്കണം അപ്പുറത്ത് കിടക്കേണ്ടത്. ഈ ഇന്നോവ ആണെങ്കിലും കറങ്ങി ചെന്ന് ഇടിക്കും നമ്മളതായിട്ട്. ഈ ലോറി ആണെങ്കിലും ഇടിച്ച് പൊളിക്കും നമ്മള്. ശരിയല്ലേ? ലോറിയായിട്ട് പാരലാക്കണമെങ്കിൽ എവിടം വരെ പോകണം നമ്മുടെ വണ്ടി? ഇതില് പോട്ടെ. അടുത്തൊരു സ്ഥലം കിട്ടും. അവിടെ കൂടെ മേഡം പാർക്ക് ചെയ്ത് നോക്കും. സ്വയമേ മേഡത്തിന് ബോധ്യമാകുന്നവരെ മേഡം ചെയ്തോണ്ടിരിക്കും. പിന്നെ അതുപോലെ കട ഇപ്പൊ ആ വണ്ടി കിടക്കുന്നതാണ്. അതുപോലെ ഞാനൊരു കടയുടെ അവിടെ ചെന്ന് പാർക്ക് ചെയ്തു. നല്ല തിരക്കുള്ള റോഡാണ്. അപ്പൊ എനിക്ക് അവിടെ തിരിച്ചിറങ്ങണം. അപ്പൊ എനിക്കൊരു പേടിയാണ്. ഇത് പുറകോട്ട് എടുക്കുമ്പോ വല്ലയിടത്തോട്ടും ചെന്ന് ഇടിക്കുവോ? ഞാൻ പറഞ്ഞില്ല, അതിനാ മേഡത്തിന് മിറർ നോക്കി വണ്ടിയെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ട് കൃത്യമായിട്ട്. ആ മേഡം ഒരിക്കലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മിറർ നോക്കി തട്ടും തോന്നിയാ ഓപ്പോസിറ്റ് അകലെടുത്ത് 2 സൈഡും മാറി നോക്കി കയറിക്കോണം. ഇവിടെ നമ്മുടെ വണ്ടി കയറി കിടക്കാനുള്ള സ്പേസ് അവിടെ വേണം. അത് ഒപ്പം കൊണ്ടിയെല്ലാം മാറി അവിടെ നമ്മുടെ വണ്ടി കയറുമോ? കയറി കിടക്കുന്നതിനേക്കാൾ ഒരു 2-3 അടി കൂടുതലുണ്ടെങ്കിലേ കയറത്തുള്ളൂ. അല്ലെങ്കിൽ മേഡം 150 പ്രാവശ്യം എടുത്തോണ്ടിരിക്കേണ്ടി വരും. അടുത്തോ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബാക്ക് കാണാൻ പറ്റണം ആ വണ്ടിയുടെ. റിവേഴ്സ് ഇട്ടു. പുറകോട്ട് ചെല്ലും തോറും ആ വഴിയിലോട്ട് കയറണം. തിരിഞ്ഞു നോക്കരുത്. അങ്ങനെ കണ്ട? വണ്ടി ആ വഴിയിലോട്ട് ചരിഞ്ഞ് കിട്ടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിർത്തും. ഓക്കെ ആണ്. ഇനി വീല് നേരെ ആക്കണം.
കണ്ടാ ഇനി പോകാവുന്ന അത്രയും പുറകിലേക്ക് പോകണം. ഇപ്പൊ ഒരുപാട് ഇതിന്റെ ക്ലോസ് ആയിട്ട് വരുന്നതുകൊണ്ടാണ് വണ്ടി ബി പി എന്ന് പറഞ്ഞ് അടിച്ചോണ്ടിരുന്നത്. ഇത്രയും അടുത്ത് വന്നു ഫ്രണ്ട് കണ്ടാ. അപ്പൊ നമുക്കൊരു ഇച്ചിരി ഗ്യാപ്പ്, കുറച്ച് അകലെ വിടണം. അതുപോലെ ഒരാൾക്ക് നിൽക്കാനുള്ള ഒരു അകലെ വിട്ടിട്ട് കയറി നിൽക്കാവുള്ളൂ. ഇനി ഒന്ന് കയറി നോക്ക് പതിയെ, പുറകിലേക്ക് ചെല്ലട്ടെ. മിറർ കടന്നില്ലേ? ഇനി പുറകോടി ചെല്ലുന്തോറും വണ്ടി ഓപ്പോസിറ്റ് ആവും. നിർത്തി തിരിക്കരുത്. നിർത്തി തിരിച്ചാൽ മേടം അടുത്താ കൊണ്ടുവന്ന വണ്ടിയുടെ. അപ്പൊ കറങ്ങി ചെന്ന് അതായിട്ട് ഇടിക്കും. പയ്യെ ഉരുളുമ്പോ കുറച്ചായിട്ട് അങ്ങോട്ട് ടേൺ ചെയ്തോണ്ടിരുന്നു. അങ്ങനെ 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 ഓക്കെ. ഇത് കടന്നെന്ന് ഉറപ്പായെങ്കിൽ ഇനി ധൈര്യമായിട്ട് തിരിഞ്ഞു കയറിക്കോണം. പുറകോട്ട് ചെല്ലുമ്പോ നിർത്തി തിരിക്കരുത്. അങ്ങനെ ക്യുക്കായിട്ട് തിരിച്ച് തീർത്തു. പയ്യെ ചവിട്ടി വാ. എപ്പോഴും ഇവിടെ നോക്കിക്കോണം എന്തെങ്കിലും തള്ളി നിപ്പുണ്ടോ ഇടിക്കാനൊന്നും. വണ്ടി എപ്പോ പാരലാകുന്ന ഈ വഴിയിൽ അവിടെ നിർത്ത്. ആയാ ഇനി വീല് നേരെയാകും. കണ്ടാ 1 ഇഞ്ച് കൂടെ പുറകോട്ട് ഇറക്കി വെക്കാവുള്ളൂ നിർത്തിയെടുത്തുന്നു. അല്ലെങ്കിൽ പുറകിൽ ഒരാൾ കൊണ്ടുവന്ന് വണ്ടി ഇടും. അപ്പൊ നമുക്ക് ഇറക്കി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ കയറി എടുത്തുനിന്ന് 1 ഇഞ്ച് പുറകോട്ട് ഇറക്കിയ വണ്ടി ഇട്ട് കൊടുക്കാവുള്ളൂ. എപ്പോഴും പിടികിട്ടിയാ ഇറങ്ങി പോവാ ഇവിടുന്ന്. അപ്പൊ ഇറക്കിക്കൊണ്ടുപോകും. അതും ഉരുട്ടി തിരിക്കാൻ പറ്റില്ല. നിർത്തി തിരിച്ചാലേ ഇറങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഡൗട്ട് വരും. ഇൻഡിക്കേറ്ററും കൂടി ഇട്ടോണം കേട്ടോ പുറത്തേക്ക് ഇറങ്ങുമ്പോ. ചേട്ടൻ മനസ്സിലായി പോവുകയില്ല. സ്ട്രൈറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ മതി. എന്നെ നേരെ പോട്ടെ. ഈ ലെഫ്റ്റ് എടുത്ത് പോകും. അപ്പൊ അവിടെ ഇതുപോലെ എന്തെങ്കിലും ഒരു വഴി കിട്ടും. ബദാം ജ്യൂസ് കുടിക്കേണ്ട സമയമായാടാ. അത് കഴിഞ്ഞ് 2.50 മറ്റേ ഡ്രൈ ഫ്രൂട്ട്സ്. അത് കിലോ മേടിക്കണം കേട്ടാ. 1.5 കിലോ വേണം രണ്ടുപേർക്കും കൂടെ. അര വെച്ച് കഴിക്കുള്ളൂ. ബാക്കി പൊതിഞ്ഞോണ്ട് പോവാനാ. ഇന്നലെ ഞാൻ അടിച്ചു വിട്ടിട്ട് അത് വിശ്വസിച്ച് കേട്ടാ പാവം. എനിക്ക് ഒന്ന് കണ്ടല്ലോ. അപ്പൊ അതിന് മുന്നേ ആയിട്ട് അവിടെ യൂട്ടേൺ കണ്ട. അതിന് മുന്നേ റൈറ്റ് സൈഡ് പിടിക്കണം നമുക്ക്. ഇൻഡിക്കേറ്റർ ഇട്ടു. കണ്ടില്ല? ഞാൻ കണ്ടായിരുന്നു. അതല്ല, വലത്ത് വശത്ത് പില്ലറയിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട് യൂട്ടേണം. ഇവിടെ വഴി കാണാന്നറിയാമെങ്കിൽ മാത്രമേ ഇവിടെ നടക്കുള്ളൂ പരിപാടി. അല്ലെങ്കിൽ അടുത്ത സ്ഥലം പോകണം തപ്പി. ഇതിനു വേണ്ടി വാശി പിടിക്കുകയും ചെയ്യരുത്. ഇതാണ് നമുക്ക് എടുക്കേണ്ടത്. അത് അവിടെ നിന്ന് വരുന്നവർക്ക് നമ്മുടെ തപ്പി ഫുള്ളോടിച്ച് തീർക്കരുത്. ഫുള്ളോടി നേരത്തെ തീർക്കരുത്. മുന്നോട്ട് ചെല്ലുന്തോറും അവിടെ തട്ട് കിട്ടാതെ തിരിഞ്ഞു വന്നാൽ മതി. കണ്ടാ? ഫുൾ ടേൺ എടുത്തു. നിന്ന് നോക്കി ഇറങ്ങിയാൽ മതി. നിർത്തിക്കൊടു. പോരുത്. ഒരു ഗ്യാപ്പ് വന്നവരെ ഇങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യും. ഈ സൈഡിൽ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോഴേ ഇനി ബാക്കി ഇറങ്ങാവുള്ളൂ. ദൈവദൂതം ബ്ലോക്ക് ചെയ്ത് തരും. കണ്ട? അപ്പൊ കയറി നിന്നു. അങ്ങനെ തന്നെ ഓട്ടെ. ഇപ്പോഴും ലെഫ്റ്റിലേക്ക് ഉടനെ എടുക്കരുത്. പയ്യെ ലെഫ്റ്റ് മിററും കൂടെ നോക്കിയിട്ട്. അങ്ങനെ ഓക്കെ അല്ലേ? കാരണം യൂട്ടേൺ തിരിയുമ്പോ നമ്മുടെ വണ്ടി നടുക്കായിരിക്കും. ഈ സൈഡ് ശ്രദ്ധിച്ചുകൊണ്ടേ പിന്നെ വരാവുള്ളൂ തിരിച്ച്. ഇനി എവിടെ പോണം പറ. ഈ റോഡിൽ തന്നെ യൂട്ടേൺ എടുക്കണം. പിന്നെ പാർക്കിംഗ് ഇപ്പൊ അവിടെ കുഴപ്പമില്ലാന്ന് തോന്നണം. ലുലു കയറി പാർക്കാവുന്ന. അപ്പൊ ലുലു പാലത്തിൽ കയറണ്ട. അതിന് മുമ്പ് ലെഫ്റ്റ് എടുത്തിട്ട് അവിടെ നിന്ന് ഒരു യൂട്ടേൺ കിട്ടും നമുക്ക്. അതൊരു ചെറിയ വഴിയാവും. അവിടെ എന്തായാലും നമ്മൾ കയറിയാക്കും. കാരണം വണ്ടി തിരിയല്ല. അതെ, ആ പാലം കയറുന്നതിന് മുമ്പായിട്ട് വരാപ്പഴിക്ക് പോകുന്ന സൈഡിൽ പാലത്തെ കയറാതെ അണ്ടർ പാസ് വഴി നേരെ കയറി ലെഫ്റ്റ് തിരിഞ്ഞു പോയി ഒരു യൂട്ടേൺ കിട്ടും. ആ യൂട്ടേണ് എന്തായാലും നമ്മൾ ബ്ലോക്ക് ഉണ്ടാക്കും. എന്നിട്ട് പോയി കയറാം.
ഫംഗ്ഷന് പോയപ്പോ കണ്ടതാ, പക്ഷെ ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. എന്നോട് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ വന്ന് പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. പോയി കഴിഞ്ഞപ്പോ നല്ല കോൺഫിഡൻസ് ഉണ്ട് വണ്ടി ഓടിക്കാൻ, ഇത്രേ പറഞ്ഞുള്ളൂ. പിന്നെ ഓടിക്കുന്ന കാര്യം നമ്മൾ തന്നെ അടുത്ത് വീട്ടിൽ അങ്ങോട്ട് പാർക്കിങ്ങിലോട്ട് ഫംഗ്ഷൻ നാളെയാണോ? ആ നാളെ താലപ്പൊലി ആണോ? നമുക്ക് ഈ റോഡേ കൂടെ പോകേണ്ടതുകൊണ്ട് തന്നെ നമുക്ക് ഇതായിട്ട് പിടിച്ച് തന്നെ പോയിക്കൊണ്ടിരിക്കാൻ പറ്റും.